ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് MKPയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ ജയ്പൂർ എലഫന്റ് വില്ലേജിലാണുള്ളത്. എലഫന്റ് വില്ലേജിൽ നമ്മൾ എലഫന്റ് റൈഡും എലഫന്റ് ഫീഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുഴുവനായിട്ടുള്ള കാഴ്ചകളും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പീരങ്കിയും അതോടൊപ്പം തന്നെ ഒരു തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കൊട്ടാരവും. ആ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ട്രഡീഷണൽ താലി മീൽ ഒന്ന് പരിചയപ്പെടാം. ഞാനും എന്റെ ഫാമിലിയും കൂടെ കയറി കഴിച്ചിട്ടുള്ള ഏകദേശം 1200 രൂപ വരുന്ന 3 പേർക്ക് സുഖമായി കഴിക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ താലി മീലാണ്. ഇതിനകത്ത് ഒരു മട്ടൻ കറി, ഒരു ചിക്കൻ കറി, പിന്നെ ഇവിടുത്തെ ഫിഷ് കറി, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് അതുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇവിടെ 2 കലാകാരന്മാർ, ഒരു അച്ഛനും മകനുമാണ്. ഞങ്ങൾ അവരെ പരിചയപ്പെട്ടു. അവരുടെ ഒരു കലാവിരുന്നും കൂടെ ഈ ഒരു റെസ്റ്റോറന്റിൽ നടക്കുന്നുണ്ട്. ജയ്പൂരിൽ വന്നാൽ നമ്മൾ കാണുന്ന എല്ലാവരും കലാകാരന്മാരാണ്. അങ്ങനെ അവരുടെ ആ ഒരു കലാവിരുന്നും കൂടെ ആസ്വദിച്ചുകൊണ്ട് അവർക്കൊരു ചെറിയ സംഭാവന നമ്മൾ ടിപ്പും കൊടുത്തിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ അടിപൊളി ഒരു താലി മീൽസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ജയ്ഗർ ഫോർട്ട് എന്ന് പറയുന്ന ജയ്പൂർ രാജവംശത്തിന്റെ ഏറ്റവും വലിയ സേനാതാവളമായിരുന്ന ഈ വലിയ മലമുകളിൽ, അതായത് അമീർ ഫോർട്ടിന് മുകളിലുള്ള ഒരു മലയിൽ സ്ഥിതി ചെയ്യുന്ന ഗംഭീരമായ ഒരു കോട്ടയിലേക്കാണ്. ഈ ഒരു കോട്ടയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സുരക്ഷ ഇവരിവിടെ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. അത്ര തന്നെ, അതായത് ധാരാളം കവാടങ്ങൾ കടന്നിട്ട്, വലിയ മതിലുകൾ കടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കോട്ടയ്ക്ക് ഉള്ളിലേക്ക് എത്താനായിട്ടുള്ളത്. ഈ ജയ്ഗർ ഫോർട്ട് എന്ന് പറയുന്നത് വെറും ഒരു സേനാ താവളം മാത്രമായിരുന്നില്ല ശരിക്കും ജയ്പൂർ രാജവംശത്തിന്. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വലിയൊരു ആയുധ നിർമ്മാണശാല കൂടെയായിരുന്നു. ഇവിടെ ഇവർക്ക് വലിയ ക്യാനണുകൾ ഉണ്ടാക്കാൻ, അതായത് പീരങ്കികൾ ഉണ്ടാക്കാനുള്ള വലിയ ഫോർജിങ് യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പീരങ്കി, അത് വീലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി സൂക്ഷിച്ചിട്ടുള്ളത് ഈ ജയ്ഗർ ഫോർട്ടിന്റെ മുകളിലാണ്. ആ പീരങ്കിയുടെ പേരാണ് ജയ്വാന ക്യാനൺ. ആ ഒരു ക്യാനൺ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കോട്ടയുടെ മുകളിലേക്ക് പോകുന്നത്. ഈ പീരങ്കി സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഏരിയക്ക് തൊട്ട് താഴെ വരെ നമ്മുടെ വണ്ടി എത്തും. അവിടെ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് ആളൊന്നിന് 50 രൂപയാണ്. ആ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം വണ്ടിയുടെ പാർക്കിംഗ് ഫീയും കൂടെ അടച്ചാൽ നമുക്ക് ജയ്ഗർ ഫോർട്ടിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് കാറിൽ തന്നെ എത്താനാവും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ആ ഭീമൻ പീരങ്കി കാണാനായിട്ട് നമുക്ക് പോകാം. അപ്പോ ഈ ഇരിക്കുന്ന ഐറ്റമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വീലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള പീരങ്കി ജയ്വാന ക്യാനൺ എന്ന് പറയുന്നത്. ഇത് ഒരിക്കൽ മാത്രമേ ഫയർ ചെയ്തിട്ടുള്ളൂ. അന്ന് ഇതിന്റെ ഉണ്ട പോയത്, അതായത് പീരങ്കി ഉണ്ട പോയത് 35 കിലോമീറ്റർ ദൂരെയാണ്. ചെറിയ സാധനമൊന്നുമല്ല, 35 കിലോമീറ്റർ ദൂരം. 20 അടിയാണ് ഈ ക്യാനന്റെ നീളം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 50 ടൺ ഭാരവും. എന്തായാലും ആള് ചില്ലറക്കാരനല്ല. നമ്മൾ ഇതിന്റെ അടുത്ത് വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും ഇതിന്റെ ഭീമാകാരത്വം എത്രയുണ്ടെന്നുള്ളത്. ഇതൊരു വലിയ മലമുകളിൽ വെച്ചിരിക്കുകയാണ്. വീലിലായതുകൊണ്ട് ഇത് ആനയുടെയും ആൾക്കാരുടെയും സഹായത്തോടെ തിരിച്ച് ഏത് സൈഡിൽ നിന്ന് വരുന്ന ശത്രുക്കളെയും നേരിടാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 1720 ഈ ഒരു ജയ്ഗർ ഫോർട്ടിൽ തന്നെയാണ് ജയ്വാന ക്യാനൺ ഉണ്ടാക്കിയിട്ടുള്ളത്. 1720 എന്ന് പറയാൻ നേരത്തെ എത്ര വർഷം പഴക്കമുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഈ ഒരു സാധനം ഏറ്റവും കെയർഫുൾ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കോട്ടയുടെ മുകളിൽ നിന്നാൽ ചുറ്റുപാടുമുള്ള കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. അതായത് ജയ്പൂർ നഗരം കൂടാതെ ജയ്പൂർ നഗരത്തിന് ചുറ്റുമുള്ള വലിയ വൻമതിലും എല്ലാം കൂടെ ചേർത്തിട്ട് ഗംഭീര കാഴ്ചയാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവുമില്ല. വലിയൊരു മല കയറി വരണം എന്നുള്ള ഒറ്റ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഓർത്താണ് ജയ്പൂർ എത്തിയാൽ മസ്റ്റ് ആയിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ജയ്ഗർ ഫോർട്ട് എന്ന് പറയുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. വൈകുന്നേരമായി ഞങ്ങൾ ജയ്ഗർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നേരെ മറ്റൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, വലിയൊരു തടാകത്തിൽ, മാൻസാഗർ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗംഭീര കൊട്ടാരം. അതിന്റെ മുകളിൽ വളർന്നു നിൽക്കുന്ന ആ മരങ്ങളൊക്കെ അതൊരു പൂന്തോട്ടമാണ്. 1750 മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഈ ഒരു ജൽമഹൽ ഉണ്ടാക്കിയത്. ഈ തടാകത്തിലെ വെള്ളം വറ്റിയാൽ ഇതിനകത്ത് മുഴുവൻ 5 നിലകളുള്ള ഗംഭീര ഒരു കൊട്ടാരമാണ്. രാജാവ് തന്റെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കൊട്ടാരമാണ് ജൽമഹൽ.
1,270 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഒരു തടാകത്തിൽ, ഇത്രയും ആഴമുള്ള ഒരു തടാകത്തിൽ ഇമാതിരി ഒരു മാസീവ് കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അത്ഭുതം എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു പിന്നാമ്പുറ കാഴ്ച കൂടിയുണ്ട്. ജയ്പൂർ നിവാസികളായിട്ടുള്ള കുറച്ച് കുട്ടികളാണ്. ഇവര് വന്നിട്ട് ഈ മൻസാഗർ തടാകത്തിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ഇത് അലൗഡ് അല്ല. സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ കണ്ടു കഴിഞ്ഞാല് അവരെ ഓടിച്ചു വിടും. അപ്പോ ഇവരുടെ എന്റർടൈൻമെന്റ് ആണ്. അവര് വന്നിട്ട് ഈ ഒരു തടാകത്തിൽ ചൂണ്ടയിട്ട് മീനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം നോക്കി നിന്ന് അവർക്ക് യാതൊന്നും കിട്ടുന്നതായിട്ട് കണ്ടില്ല. എന്തായാലും അവര് കുറേ സമയമായിട്ട് അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൻസാഗർ തടാകത്തിന്റെ കരയിൽ സഞ്ചാരികളെ പ്രതീക്ഷിച്ച് ധാരാളം കച്ചവടക്കാരുണ്ട്. ഇവിടുത്തെ പ്രധാന കച്ചവടം എന്താണെന്ന് വെച്ചാല് രാജസ്ഥാൻ ട്രഡീഷണൽ ഡ്രസ്സ് റെന്റിന് കൊടുക്കുക, അത് അണിഞ്ഞിട്ട് വരുന്ന സഞ്ചാരികൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക, ഈ ജൽമഹൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കച്ചവടം എന്ന് പറയുന്നത്. വരുന്ന സഞ്ചാരികൾ ആ ഒരു വേഷം അണിഞ്ഞ് വളരെ ആവേശത്തോടെയാണ് ഫോട്ടോ എടുപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർക്ക് ചെറിയ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു തരും. അപ്പോൾ ഇതാ ഈ ഒരു മച്ചൻ നമുക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്ത് എന്തൊക്കെയോ പുള്ളി നമ്മളോട് ചോദിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരും ആ ഒരു കോസ്റ്റ്യൂം അണിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പുരുഷന്മാർ മാത്രമല്ല, ധാരാളം സ്ത്രീകളും ഇത്തരത്തിൽ ഫോട്ടോയ്ക്കായിട്ട് പോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മുമ്പോട്ട് പോകാൻ നേരത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ബാറ്ററി കാറൊക്കെ റെന്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ധാരാളം ഷോപ്പിംഗ് ഏരിയ ഇവിടെയുണ്ട്. രാജസ്ഥാൻ ട്രഡീഷണൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ധാരാളം മാർബിൾ തീർത്തിട്ടുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ വിൽക്കുന്നുണ്ട്. വളരെ ചെറിയ വില കൊടുത്താൽ ഏകദേശം 100 മുതൽ 200 രൂപ വരെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൈകൊണ്ട് കൊത്തിയെടുത്തിട്ടുള്ള ചെറിയ കരകൗശല വസ്തുക്കൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. അങ്ങനെ നേരം സന്ധ്യയാകുന്നു. നമ്മൾ ജയ്പൂർ ജൽമഹലിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇനി നേരെ പിങ്ക് സിറ്റിയിലേക്ക് പോവുകയാണ്. നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഒരു ഡിന്നർ ഉണ്ട്. അത് നമ്മളവിടെ ഹവാമഹലിനോട് ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. MKPയോടൊപ്പം ട്രാവൽ ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി. ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഹവാമഹലും അതിനു ചുറ്റുമായിട്ടുള്ള ജന്തർ മന്ദിറും ഒക്കെ ആയിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.